ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്ന് ആരതിയുടെ വിവാഹം ഉറപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഇന്ന് നടക്കാൻ പോവാണ്. ശങ്കർ കാരണമല്ല, പക്ഷേ ശങ്കറും അതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ആ ഒരു വിവാഹ ചടങ്ങ് ഇന്ന് മുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇനി ശങ്കറിനും ഗൗരിക്കും ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശങ്കറും ഗൗരിയും സന്തോഷത്തോടെ ആ ഒരു ചടങ്ങിന് വരികയും അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ച് ആ ഒരു ചടങ്ങ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചായയൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആരതി ഇഷ്ടപ്പെട്ടു എന്നും അതുകൊണ്ട് ഇനി എന്തെങ്കിലും സംസാരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ശങ്കർ വന്നപ്പോൾ ആദ്യം മാറി നിൽക്കുകയാണ് ചെയ്തത്. കാരണം വലിയ ആൾക്കാരൊക്കെ ഇരിക്കുകയില്ല, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനായിട്ട് ഇരിക്കുന്നത് എന്തിനാ എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയും, എന്നാൽ നീയും ഈ കുടുംബത്തിന്റെ ഒരു അംഗമാണ്, നീയും എൻ്റെ മകനാണ്, അതുകൊണ്ട് നീ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ശ്യാംപ്രസാദും കൂടിയാണ് ശങ്കറിനെ അവിടെ ഇരുത്തിയത്. അങ്ങനെ ആ ഒരു ചടങ്ങ് തുടങ്ങി. ഇനി പെണ്ണിനും ചെറുക്കനും എന്തെങ്കിലും സംസാരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ശങ്കർ പറയുകയാണ് വേണ്ട, അവര് ഇപ്പോൾ അവരെല്ലാവരും സംസാരിച്ച് ഓക്കെ അല്ലേ, ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് ആ ഒരു ചടങ്ങ് പ്രത്യേകിച്ച് വേണ്ട, എന്തായാലും നമുക്ക് കാര്യങ്ങളിലോട്ട് കടക്കാം. അങ്ങനെ കാര്യങ്ങളിലോട്ട് കടന്നിട്ടുണ്ട്. അങ്ങനെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. എത്രയും പെട്ടെന്ന് നമുക്ക് നിശ്ചയ ചടങ്ങിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാം. പക്ഷെ നിശ്ചയം ചെറുതായിട്ടൊന്നും നടത്താൻ പാടില്ല, വലിയ ഗ്രാൻഡ് ആയിട്ട് വേണം നടത്താൻ എന്ന് ശങ്കർ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ മിഥുന്റെ മാമനായിട്ടുള്ള വേണുമാഷൊക്കെ പറയുന്നുണ്ട് വേണ്ട, ചെറിയൊരു ചടങ്ങ് പോരെ, ഇത്ര ആർഭാടം എന്തിനാ. പക്ഷേ തന്റെ അനിയത്തിയുടെ വിവാഹ നിശ്ചയ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്, അപ്പോൾ അത് വലിയൊരു ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തണം എന്നൊക്കെ ശങ്കർ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം, എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ശങ്കറിന്റെ ആ ഒരു സ്ലാങ് കേട്ടപ്പോൾ വേണുമാഷ് ചോദിക്കുന്നുണ്ട്, ഇത് തൃശ്ശൂരാണോ വീട്, തൃശ്ശൂർ സ്ലാങ് സംസാരിക്കുന്നത് കൊണ്ടാണ് ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ അതെ, ഞാൻ തൃശ്ശൂരാണ്, വേണിയും തൃശ്ശൂരാണ്, വേണി ശങ്കറിന്റെ അനിയത്തിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശങ്കർ ഇതിന്റെ കൂടെ പറയുവാണ്, വേണുമാഷ് അങ്ങോട്ട് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ തൃശ്ശൂർ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ശങ്കറിനോട് നേരിട്ട് ചോദിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയും, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോളൂ, അത് മാത്രമല്ല എന്തെങ്കിലും മന്ത്രിമാരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ അവരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ വേണ്ടി വരികയോ അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. കാരണം അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരാൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ അച്ഛനാണ്, കാരണം സമുദായത്തിലൊക്കെ ഭയങ്കര വലിയൊരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ത് വന്നാലും അച്ഛൻ സോൾവ് ആക്കി തരും എന്ന് ശങ്കർ പറയുവാണ്. അപ്പോൾ എന്തായാലും അച്ഛൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം, ചാരങ്ങാട്ട് മഹാദേവൻ എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് എന്ന് ശങ്കർ പറയുമ്പോൾ ആ ഒരു പേര് കേട്ടതും വേണുമാഷിന് ഭയങ്കര ദേഷ്യം വന്നു. ചാരങ്ങാട്ട് മഹാദേവന്റെ മകനാണോ നിങ്ങൾ എന്ന് വേണുമാഷ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. കാരണം ആ ഒരു സമയത്താണ് വേണുമാഷ് ആലോചിക്കുന്നത്, തൻ്റെ മകൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇതേപോലെ ആ ഒരു സമയം ആദ്യം വന്ന സമയത്ത് ഈ രാഷ്ട്രീയത്തിൽ നിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ശ്യാംപ്രസാദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് താൻ ആ ഒരു നോമിനേഷൻ പിൻവലിക്കാനായിട്ട് കാരണം ചാരങ്ങാട്ട് മഹാദേവനാണ് എന്ന് മനസ്സിലാക്കിയ വേണുമാഷ് ശങ്കറിനോട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുകയാണ്, ഈ വിവാഹം ഇവിടെ വെച്ച് നിർത്തുവാണ്, ഇനി ഈ വിവാഹം നടക്കത്തില്ല എന്ന് വേണുമാഷ് പറയുകയും, ആ ഒരു കാര്യം കേട്ടപ്പോൾ എല്ലാവരും ടെൻഷനോടെ എന്താ കാര്യമെന്ന് ചോദിക്കുകയും, എന്നാൽ ആ സമയത്താണ് സത്യം തുറന്നു പറയുന്നത്, ഞാൻ ആ ഒരു സമയത്ത് രാഷ്ട്രീയത്തിൽ നിന്ന സമയത്ത് നോമിനേഷൻ കൊടുത്തിരുന്നു, പക്ഷേ അത് പിൻവലിക്കാനുള്ള കാരണം ശങ്കറിന്റെ അച്ഛനായിട്ടുള്ള ചാരങ്ങാട്ട് മഹാദേവനാണ്. കാരണം അയാൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകനെ അയാളെ തട്ടിക്കൊണ്ടു പോവുകയും ഭീഷണിപ്പെടുത്തുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു നോമിനേഷൻ പിൻവലിച്ചത് എന്നുള്ള ഒരു സത്യം വേണുമാഷ് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളുടെ കുടുംബത്തിലോട്ട് എൻ്റെ മകനെ അയക്കാൻ, എൻ്റെ മിഥുനെ അയക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കത്തില്ല, പെൺകുട്ടിയെ എടുക്കാനും ഞങ്ങൾക്ക് സാധിക്കത്തില്ല, ഇങ്ങനെ ഒരാളുടെ ബന്ധുവാണെന്ന് പറയാനും എനിക്ക് നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അനാവശ്യമായിട്ട് വേണുമാഷ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും, ഇത് കേട്ട ശങ്കറിന്, കാരണം തൻ്റെ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് ശങ്കർ, അപ്പോൾ പിന്നെ തൻ്റെ അച്ഛനെ തൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശങ്കറിന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ശങ്കർ ദേഷ്യത്തോടെ എണീറ്റ് വേണുമാഷിനെ അടിക്കാൻ വേണ്ടിയിട്ട് പിടിക്കുകയും, എന്നിട്ട് എനിക്ക് 2 അടി കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് വേണുമാഷിനോട് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് ആദർശം പറയുന്നുണ്ട്,
പറയുന്നുണ്ട് ശങ്കർ വിട്. അപ്പോൾ ശ്യാംപ്രസാദ് പറയുന്നുണ്ട് ശങ്കർ വിട്, കാരണം വേണുമാഷി എൻ്റെ അതിഥിയാണ്, അപ്പൊ പിന്നെ അയാളെ തൊടാനായിട്ട് നിനക്ക് എന്താണ് അധികാരം എന്നൊക്കെ ശങ്കറിനോട് ചോദിക്കുകയും അയാൾ പറഞ്ഞത് ശരിയല്ലേ, കാരണം മഹാദേവൻ അത്രത്തോളം ഫ്രോഡല്ലേ, അത്രത്തോളം ക്രിമിനൽ സ്വഭാവമുള്ള ആളല്ലേ, പിന്നെ അയാൾ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് ശങ്കറിനെ കുറ്റപ്പെടുത്തുകയും ശങ്കറിന്റെ അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് ശങ്കറിനെ സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതാ ഗൗരി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന്, എന്തായാലും എനിക്ക് മനസ്സിലായി ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് നല്ലതല്ല എന്ന്. അങ്ങനെ ശങ്കർ സങ്കടത്തോടെ ഇറങ്ങി പോവുകയും ഇത് കണ്ട ഗൗരി ശ്യാമപ്രസാദിനോട് പോയി പറയുന്നുണ്ട്, എന്തായാലും അച്ഛൻ ഇത് കുറച്ച് കൂടിപ്പോയി, ഇത് ഒട്ടും ശരിയായില്ല അച്ഛൻ കാണിച്ചത് എന്ന് പറഞ്ഞ് ഗൗരിയും സങ്കടത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നാലെ തന്നെ വേണിയും നമ്മുടെ ശ്യാമപ്രസാദിനോട് പ്രൊഫസർ ചെയ്തത് ഒട്ടും ശരിയായില്ല, സ്വന്തം അച്ഛനെ സ്വന്തം മകന്റെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തുമ്പോൾ ഏതൊരു അച്ഛനെ സ്നേഹിക്കുന്ന മകനാണെങ്കിലും ഇങ്ങനെ തന്നെ പെരുമാറത്തുള്ളൂ എന്ന് വേണി ദേഷ്യത്തോടെ സംസാരിച്ച് പോവുകയാണ്. അങ്ങനെ ആ ഒരു ചടങ്ങ് അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർ ദേഷ്യത്തോടെ മിഥുനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സങ്കടത്തോടെ ആരതി ഓടിപ്പോവാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തോടെ പൂർത്തിയാകേണ്ട ആ ഒരു ചടങ്ങ് ദുഃഖത്തിലോട്ടാണ് കലാശിച്ചത്. പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് ശങ്കറിന് ഒരുപാട് ദേഷ്യം വന്നു. അങ്ങനെ ശങ്കർ പുറത്തുപോയി ദേഷ്യപ്പെട്ടെങ്കിലും ഗൗരി പറയുന്നുണ്ട്, ശങ്കർ എന്നോട് ക്ഷമിക്കണം, കാരണം അങ്ങനെ നടന്നതിൽ എനിക്കൊരു പങ്കും ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം നടന്നതിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ശങ്കറിനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ശങ്കർ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. ശങ്കർ പറഞ്ഞത്, നിങ്ങൾ പഠിപ്പുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞത്, പക്ഷെ നീയാണ് നിർബന്ധിച്ച് കൊണ്ടുപോയത്, എന്നിട്ടിപ്പോൾ എന്തായി, നിന്റെ നിർബന്ധത്തിൽ വാശിയിൽ ഞാൻ വന്നതിന് ശേഷം നടന്നത് നീ തന്നെ കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശങ്കർ ദേഷ്യത്തോടെ ഗൗരിയോട് സംസാരിക്കുകയും അങ്ങനെ ശങ്കർ ദേഷ്യത്തോടെ വണ്ടി എടുത്ത് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗൗരിയും കയറി പോകുന്നുണ്ട്. പക്ഷെ ഗൗരി ഒരുപാട് വട്ടം പറയുന്നുണ്ട്, ശങ്കർ ക്ഷമിക്കണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, കാരണം അവിടെ നടന്ന സംഭവത്തിന് ഗൗരിയും ഒരു കുറ്റക്കാരിയാണെന്നുള്ള രീതിയിലാണ് ഗൗരിയോട് ശങ്കർ സംസാരിച്ചത്. ആ ദേഷ്യത്തിൽ ശങ്കറിന്റെ മനസ്സിൽ നിന്ന് അതൊന്നും പോയിട്ടില്ല. അങ്ങനെ ദേഷ്യത്തോടെയാണ് ശങ്കർ തിരിച്ചു പോയത്. ഈ സംഭവങ്ങളെല്ലാം വേണി മഹാദേവനെ വിളിച്ച് പറയുന്നുണ്ട്, അവിടെ നടന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഞാൻ നോക്കിക്കോളാം, വേണുമാഷിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എന്തായാലും മോള് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത മഹാദേവന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ രാധാമണിയോട് മഹാദേവൻ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുവാണ്. ഞാൻ ഒരുപാട് വട്ടം ഈ ഒരു വിവാഹം മുടക്കണമെന്ന് ആഗ്രഹിച്ചതാണ്, പക്ഷേ വേണുമാഷ് കാരണം ആ ഒരു വിവാഹം മുടങ്ങി, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ മകനെ എൻ്റെ മുന്നിൽ വെച്ചാണ് അവൾ അടിച്ചത്, അങ്ങനെയുള്ള അവളുടെ വിവാഹം ഇത്രയും നല്ലൊരാളുമായിട്ട് വിവാഹം നടക്കാനായിട്ട് പറ്റത്തില്ല എന്ന് അവിടെ ദേഷ്യത്തോടെ മഹാദേവൻ പറയുകയും ഇനിയും ഞാൻ ഈ വിവാഹം മുടക്കാനായിട്ട് ഞാൻ നോക്കും, എന്തായാലും അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ മഹാദേവനും രാധാമണിയും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ അവിടെ ശ്യാമപ്രസാദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നന്ദിനിയമ്മയും മുത്തശ്ശിയൊക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പം മഹാദേവനാണോ അവിടെ തെറ്റുകാരൻ, ഒരിക്കലും പറയുന്നില്ല മഹാദേവൻ നല്ല ആളാണെന്ന്. പക്ഷെ മഹാദേവൻ ചെയ്ത തെറ്റിനെ എന്തുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശ്യാംപ്രസാദ് അങ്ങനെ ശങ്കറിനോട് കാണിക്കാൻ പാടില്ലായിരുന്നു? കാരണം ശങ്കർ ചെയ്തതിൽ എന്താ തെറ്റ്? ശങ്കർ നമ്മുടെ ഒരു മകനാണ്, ഗൗരിയുടെ ഭർത്താവാണ് അവൻ. അപ്പൊ പിന്നെ അവനോട് അങ്ങനെ എന്തിനാണ് സംസാരിച്ചത് എന്ന് മുത്തശ്ശി നന്ദിനിയും ശ്യാമപ്രസാദിനോട് ചോദിക്കുകയും ഈ സമയത്ത് ശ്യാമപ്രസാദ് പറഞ്ഞത്, അവര് നമ്മൾ അതിഥിയാണ്, അല്ലെങ്കിൽ അയാൾ ചെയ്തത് എന്താ തെറ്റ്, അവർ പറഞ്ഞതെല്ലാം ശരിയല്ലേ, മഹാദേവൻ കുറ്റക്കാരനല്ലേ എന്നൊക്കെ സംസാരിക്കുകയും ഇത് കേട്ടിട്ട് വേണി ദേഷ്യത്തോടെ വരുവാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു പ്രശ്നത്തോടു കൂടി ചാരങ്ങാട്ട് തറവാട്ടിലും നമ്മുടെ ശ്യാമപ്രസാദിന്റെ തറവാട്ടിലും വലിയൊരു പോരാട്ടവും തന്നെ സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ഇവിടെ തെറ്റുകാരായിട്ട് ഉള്ളത് നമ്മുടെ മഹാദേവനാണ്. പക്ഷെ പ്രതീക്ഷിക്കാതെയാണ് ആ ഒരു മഹാദേവൻ കാരണം ഒരു വിവാഹം മുടങ്ങിയത്. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഗൗരിയും ശങ്കറും ആദർശും വേണിയൊക്കെ നേരിടാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.